ഗൈസ്, അപ്പോൾ ഞാനൊരു വലിയൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. ഞാൻ ഒരു ഡെയിലി പ്ലാനർ ഉണ്ടാക്കാൻ പോകുന്നൊരു ഒരുക്കത്തിലാണ്. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറന്നില്ലേ, ഇനി മുതൽ നന്നാവണം, നന്നായിട്ട് പഠിക്കുന്നതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ നമുക്കിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷേ അതിനൊക്കെ നമ്മൾ നല്ല പൈസ ഒക്കെ കൊടുക്കണം. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ഡെയിലി പ്ലാനർ ടെംപ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈപ്പ് ടെംപ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ട്, ആ ഒരു രീതിക്കാണ് ചെയ്യണത്. അപ്പോൾ അതിട്ട് നമ്മൾ ഒരു A4 ഷീറ്റ് എടുക്കുക, എന്നിട്ട് പകുതിയാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഡെയിലി പ്ലാനർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുക. അത് എഴുതിയിട്ട് ഒട്ടും ഇഷ്ടമായില്ല ഗൈസ്. ഞാനൊരു ഫോണ്ട് നോക്കി എഴുതിയതാണ്, പക്ഷേ ഭയങ്കര ബോറായിപ്പോയി. പിന്നെ രണ്ടാമതൊക്കെ വരച്ചെടുക്കണമെന്ന് വിചാരിച്ച് അത് തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഇതുപോലെ ഡോട്ടഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ഡേറ്റും ഡേയും ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് വരച്ചു കൊടുക്കാം. അതായത് നമുക്ക് അതിനകത്ത് കുറച്ച് ടു ഡു ലിസ്റ്റും അതുപോലെ നോട്ട്സൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടെംപ്ലേറ്റ്സ് ഒക്കെ വരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പെൻസിൽ യൂസ് ചെയ്ത് വരച്ച ആ വരയൊക്കെ നമുക്കൊന്ന് റബ്ബർ യൂസ് ചെയ്തിട്ട് മായ്ച്ച് കളയാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് ജെൽ പെന്നോ അല്ലെങ്കിൽ നോർമൽ ബ്ലാക്ക് പെന്നോ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡറൊക്കെ നല്ല രീതിക്ക് കട്ടിക്ക് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ മുകളിൽ നമ്മൾ ഷെഡ്യൂളാണ് എഴുതുന്നത്. അപ്പം നമ്മളവിടെ 2 കോളംസ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ നമ്മൾ ടൈമും അതുപോലെ ഒരെണ്ണത്തിൽ ടാസ്കും എഴുതാനായിട്ടാണ്. അപ്പോൾ ഇത് പല രീതിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുന്നേൽക്കുന്ന ആ ദിവസത്തെ ടൈമില്ലേ, ആ ഒരു ടൈം മുതൽ നമ്മൾ കിടക്കുന്ന ടൈം വരെ എഴുതുക. എന്നിട്ട് നമ്മൾ ടാസ്കിൻ്റെ അവിടെ നമ്മൾ ആ ദിവസം ആ ഒരു ടൈമിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ വേണം നമ്മൾ അവിടെ എഴുതാനായിട്ട്. ബാക്കിയുള്ള കോളംസിൽ നമ്മൾ ടു ഡു ലിസ്റ്റ് അതുപോലെ നമ്മുടെ ഗോൾസ് പിന്നെ കുറച്ച് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം കൂടി സെറ്റ് ആക്കിയിട്ടുണ്ടോ. പിന്നെ നമ്മൾ താഴത്തെ ആ കോളമില്ല, അവിടെ വാട്ടറും മൂഡും ഒന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എഴുതിയേക്കണമെങ്കിൽ അവിടെ ഞാൻ ഗ്ലാസ് വരച്ചു കൊടുക്കാണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയതിൻ്റെ പൊക്കത്തൂടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ക്യൂട്ടായിക്കോട്ടെ എന്ന് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വാട്ടറിൻ്റെ അവിടെ ഒരു ഗ്ലാസ് വരയ്ക്കുക. അപ്പം ഒരു 4 ഗ്ലാസ് വരച്ചെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ അവിടെ ഒരു ടിക്കറ്റ് കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 2 ഗ്ലാസ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. ഇതിന് വരെ നിങ്ങൾക്ക് വാട്ടർ ഡ്രോപ്സും വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് പകരം കളർ ചെയ്താലും മതി. ഇനി മൂഡിൻ്റെ അവിടെ നിങ്ങളുടെ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് മൂഡാണോ ആ മൂഡ് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മൈൽ വരച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്താൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താക്കാം, നമുക്ക് ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താക്കാം, നമുക്കപ്പോൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാം. പിന്നെ ജെൽ പെൻ യൂസ് ചെയ്ത് വെച്ച് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് തൂക്കാൻ പറ്റും കേട്ടോ. നോർമൽ പെൻ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.